അപ്പൊ സൂര്യയുടെ കറുപ്പിന് ശേഷം അടുത്ത പടം വന്നിരിക്കുകയാണ്, വിശ്വനാഥ് ആൻഡ് സൺസ്. അപ്പൊ ആ സിനിമയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം ഈ സിനിമയുടെ ഡയറക്ടർ വെങ്കി അത്ലൂരിയാണ്. നമ്മുടെ ദുൽഖർ സൽമാനെ വെച്ച് കിടിലൻ ഒരു പടം എടുത്തിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം എന്തായാലും ആ പടത്തെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് ഈ പടത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഈ പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വലിയൊരു കോടീശ്വരൻ, വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട്, ആ വീട്ടിൽ താമസിക്കുന്നവരെല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കളെ പോലും വളരെയധികം എന്താ പറയുന്നത് റിച്ച് ആയിട്ടുള്ളത്. നമ്മൾ ചില സമയത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആലോചിക്കും, ഇതെന്തൊരു ഇടപാടാണ്. നമ്മൾ ഈ ചില സീരിയലുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വിമർശിക്കാറുണ്ട്, ഇവരുടെയൊക്കെ വീട്ടിൽ സാധാരണ ഇവർ ഉപയോഗിക്കുന്ന ഈ ഡ്രസ്സുകളൊക്കെ ആണോ എന്ന്. അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്ക്. പക്ഷേ കഥാപരമായിട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ രസകരമായിട്ട് പോകുന്ന ഒരു വലിയ പണക്കാരന്റെ ഒരു പടം. സൂര്യ എന്ന് പറയുന്ന വ്യക്തി വളരെ വലിയൊരു പണക്കാരൻ, പണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ പോയി മെഡലൊക്കെ വാങ്ങിയിട്ടുള്ള വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അപ്പൊ എന്തായാലും സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിഷ്വലി നല്ലൊരു ട്രീറ്റ് ആണ് ആ സിനിമ തരുന്നത്. നമുക്ക് ആ ഒരു റിച്ച്നെസ് ഒക്കെ ആ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മാത്രമല്ല ഇതിന്റെ മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്ന GV പ്രകാശാണ്. നല്ല നല്ല അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം BGM, പിന്നെ അതിൽ വന്നിരിക്കുന്ന പാട്ട്, പിന്നെ ഒരു താരാട്ട് പാട്ട് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്, കിടലിനാണ്. സൂര്യ എന്ന് പറയുന്ന ഒരു പെർഫോമറിനെ നമുക്ക് ഏത് രീതി വേണേലും എങ്ങനെയും അവതരിപ്പിക്കാം എന്ന് പറയാം. കാരണം കറുപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ വേറൊരു അത്യാവശ്യം എന്താ പറയുന്നത് ഒരമാനുഷികതയും കുറച്ച് ദൈവികതയും ഒക്കെ നിറഞ്ഞ കഥാപാത്രമായിരുന്നെങ്കിൽ ഈ സിനിമയിൽ വരുന്നത് പണം, ഒരു വലിയ പണക്കാരൻ ഞാൻ എന്തിനു വേണ്ടി പണം ചെലവാക്കുന്നു, എങ്ങനെ ചെലവാക്കണം എന്നുള്ളത് പുള്ളിക്ക് തോന്നിയ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് മേടിക്കുക. നമ്മൾ സാധാരണ കണ്ടിരിക്കുന്ന ചില സിനിമകളിൽ കണ്ട ക്രിഞ്ച് സിനിമകൾ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, അതായത് ഒരു ഹോട്ടലിൽ വെച്ചൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുക എന്ന് വെച്ചു, കശപിശ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സീനുണ്ട്. നമ്മുടെ തിലകൻ ചേട്ടനും അതുപോലെ തന്നെ പഴയ കനകലതയുമാണെന്ന് തോന്നുന്നു. അവര് ഒരു ആപ്പിൾ മേടിക്കാൻ വേണ്ടി ഒരു കിലോ ആപ്പിളിന് എന്താ വില എന്ന് ചോദിക്കുമ്പോൾ 80 രൂപ എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്ക് എടുക്കാൻ കനകലത പറയുമ്പം 500 രൂപയ്ക്ക് എടുക്കാൻ തിലകം പറയുന്നു. അവസാനം ആ കടയുടെ വില എത്രയാന്ന് ചോദിച്ചാൽ കടയോടെ മേടിക്കുന്ന ഒരു സീനിലെ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. അങ്ങനത്തെ ഒരു കഥാപാത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ മമിത ബൈജു വരുന്നത്. മാഡി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മമിത ബൈജു വരുന്നു. മമിത ബൈജുവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മൂവികളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇളകി മറിഞ്ഞ് നടക്കുന്ന ഒരു പെൺകുട്ടി. ഭയങ്കര ഇപ്പോഴത്തെ ഭാഷകളൊക്കെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷയാണ് ക്രിഞ്ച് എന്ന് പറയും. ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ ക്രിഞ്ച് എന്ന് പറയും. പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ ഈ പറയത്തില്ലേ, സാധാരണ ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഒരു പോപ്കോണൊക്കെ മേടിച്ചു പോയിരുന്ന സിനിമ ഇങ്ങനെ രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മമിതയുടെ ക്യാരക്ടർ വരികയും മമിതയുടെ ആ ക്യാരക്ടർ കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്ട് നമ്മൾ സാധാരണ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, നായികമാര് വന്നിട്ട് ഓവറായിട്ട് അഭിനയിച്ച് മെഴുകി കളയുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയൊന്നുമില്ല ഈ സിനിമയിലെ ക്യാരക്ടർ ഇങ്ങനെയാണ്, പക്ഷെ അത് വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. നമ്മൾ പറയത്തില്ലേ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് പുള്ളിക്കാരി നല്ല വൃത്തിക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അനാർക്കലിയും വരയ്ക്കാറുണ്ട്, രാധിക ശരത്കുമാർ എന്ന് തോന്നുന്നു അവരുണ്ട്, അതുപോലെ നാസറുണ്ട്. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നമുക്ക് വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. നമ്മൾ ആ സിനിമ കാണാൻ പോകുമ്പം ആ ഒരു റിച്ച്നെസ്സും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി വേണമെങ്കിൽ, കാരണം ട്രെയിലറിൽ നമ്മൾ എന്താണോ കണ്ടിരിക്കുന്ന ആ ഒരു റിച്ച്നെസ് ഒക്കെ ആ സിനിമയിലുണ്ട്. നമ്മൾ മറ്റൊരു രീതിയിൽ കാണണ്ട, ഒരു കഥയായിട്ട് കാണുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ പോകുന്ന സിനിമയിൽ ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇമോഷൻസിന് പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് മൈന്യൂട്ടായിട്ട് വരുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. എന്താണ് അവിടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്ത് ഇമോഷനാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണക്റ്റ് ആവും. പിന്നെ ഇതിലെ ഹ്യൂമർ, തമാശകളൊക്കെ നല്ല രീതിയിൽ രസിച്ചിരിക്കാൻ പറ്റി. എന്താ പറയുക, നമുക്കത് നമ്മളെ ഓവറൊന്നും തോന്നിപ്പിക്കത്തില്ല, നമുക്ക് ചിരി വരും. അതാണ് അതിനകത്തെ ഒരു രസം. പിന്നെ ഉള്ളത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൂര്യ എന്ന് പറയുന്ന നടനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം അദ്ദേഹം എത്രയോ ക്യാരക്ടേഴ്സ് നമ്മുടെ മുന്നിൽ അദ്ദേഹം അഭിനയിച്ച് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ കുറെ നാളുകളായിട്ട് ഹിറ്റുകളൊന്നും ഇല്ലാതെ സൂര്യ എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സാമ്രാജ്യം, അദ്ദേഹത്തിന്റെ ഫാൻസ് ഒരിക്കലും അദ്ദേഹത്തിന് വിട്ടുപോകില്ല. പക്ഷെ എവിടെയോ അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലെ ഉണ്ടായിരുന്നോ, അങ്ങനെ ചിന്തിച്ചവരുണ്ടോ എന്നറിയത്തില്ല. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് സൂര്യയുടെ സിനിമകൾ തകർന്നപ്പോഴും അദ്ദേഹത്തിന്റെ അനിയൻ കാർത്തി കുറെ സിനിമകളുമായിട്ട് വന്ന് സൂര്യയുടെ അനിയൻ കാർത്തി എന്നുള്ളൊരു നിലയിൽ നിന്നും പിന്നെ കാർത്തി എന്ന് പറയുന്ന
ആ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിച്ചു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സൂര്യയുടെ സിനിമകൾ വന്നു പോകും. അപ്പം ഇതിൻ്റെ അകത്ത് ആണെങ്കിലും നല്ല ഫൈറ്റ് ഒക്കെയാണ് കേട്ടോ. അലറി വിളിച്ചുള്ള കാർച്ചയോ ബഹളോ ഒന്നുമില്ല. നമ്മൾ ഈ കങ്കുവയൊക്കെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് പുള്ളി അഗ്രസീവായിട്ട് അലറി വന്നിട്ടുള്ള ഫൈറ്റ് ഒക്കെ നമുക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇതിലെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിക്കാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇതിലെ വിഷ്വൽസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ആ റിച്ച്നെസ്, ആ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റണ്ടിൻ്റെ ഒക്കെ ഇടയിലെ ഓരോ കട്ട്സും ഷോർട്സും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള BGM GB പ്രകാശ് എന്തായാലും നന്നായിട്ട് തന്നെ അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നോ പറയാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ സാധാരണ സ്ത്രീകളോട് നോ പറയേണ്ടിടത്ത് നോ പറയണം എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. ഇവിടെ പുരുഷന്മാർ നോ പറയുന്ന ഒരു സാഹചര്യം, അതായത് പുരുഷന്മാർക്കും നോ പറയാം എന്നുള്ളത് ഇതിലെവിടെയോ പറയാതെ പറഞ്ഞു വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം പല സാഹചര്യങ്ങളിലും സ്ത്രീകളെ പോലെ തന്നെ ചിലപ്പോൾ പുരുഷന്മാരും അവരുടെ ലൈഫ് ഒരു നോ പറയേണ്ട സാഹചര്യത്തിൽ പറയാതെ ഇമോഷൻസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് വിചാരിക്കും എന്നോർത്തുകൊണ്ട് നമുക്ക് നോ പറയാൻ പറ്റാതെ നമ്മൾ വീർപ്പ് മുട്ടി ആകെ വെപ്രാളപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു നോ പറയാനായിട്ടുള്ള ഇതൊക്കെ ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. പിന്നെ സൂര്യ എന്ന് പറയുന്ന ആക്ടർ, സൂര്യയെക്കുറിച്ച് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്ര മികവോടുകൂടിയാണ് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടും നല്ല എഫേർട്ട് എടുക്കുന്ന മനുഷ്യനാണ്. പിന്നെ അത് ആ പ്രോഡക്റ്റ് ലോഞ്ച് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന തകരാറിലാണ് ചിലപ്പോൾ പടങ്ങൾ തകർന്നു വന്നത്. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു എഫേർട്ട് ഇടാതെ, കാരണം ചുമ്മാ വന്ന് അഭിനയിച്ചു പോകുന്നൊരു മനുഷ്യനല്ല സൂര്യ. നടിപ്പിൻ നായകൻ എന്ന് വെറുതെ പറയുന്നതല്ല. സൂര്യക്ക് എവിടെ ഒരു സ്റ്റാർഡം, സൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാർഡം, അത് എന്താ പറയുന്നത്, സൂര്യയുടെ സീറ്റ് ഒരിക്കലും ഒഴിഞ്ഞു കിടക്കില്ല എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ പറയാം അത് സൂര്യയുടെ സീറ്റാണെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു, അത് സൂര്യ ഇരിക്കേണ്ട സ്ഥലമാണ്, അത് നമുക്ക് അങ്ങനെ തോന്നും. കാരണം ആ മനുഷ്യൻ ശരിക്കും ഞാൻ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്ന വാരണമായിരം എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ബ്രേക്കപ്പിന് ശേഷം അദ്ദേഹം ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ആ ശരീരമൊക്കെ അങ്ങനെ സെറ്റാക്കി എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നത് ജിമ്മിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയും ശരീരം നമ്മൾ ശരീരം നോക്കണം, ശരീര സൗന്ദര്യം നോക്കണം എന്ന് പറഞ്ഞ, അല്ലെ ആരോഗ്യം നോക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത ഒരുപാട് യുവാക്കളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ്. കാര്യം പറഞ്ഞാൽ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും സൂര്യയുടെ വാരണമായിരം എന്ന് പറയുന്ന സിനിമ അതിനൊരു കാരണമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ഓരോ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ വളരെ വളരെ നല്ലതാണ്. മാസായിട്ടും ക്ലാസ് ആയിട്ടും അല്ലെങ്കിൽ വളരെ ഇമോഷൻ, അതായത് നമ്മളെ എന്താ പറയുക, നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും വിഷമിപ്പിക്കാനും അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ അടിപ്പിക്കുന്ന ഒരു ഫീല് നമുക്ക് അടി കൊടുക്കണം എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന, അങ്ങനെ എന്താ പറയുക, നമുക്ക് അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പം അറിയാതെയെങ്കിലും തോന്നും അങ്ങനെ ചെയ്യടാ അല്ലെങ്കിൽ കൊള്ളാം എന്ന് നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു നടനാണ്. നമുക്ക് സൂര്യ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു റിച്ച്നെസ് ഉണ്ട്, പ്ലസ് ഭയങ്കര ഗ്രേസ് ആണ്. അദ്ദേഹം എവിടെയും പോയിട്ടില്ല, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഒരുപാട് ആഘോഷിക്കാം. പിന്നെ ആദ്യ പകുതിയാണ് കുറേയും എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു, രണ്ടാം പകുതി ഇഷ്ടമാണെങ്കിലും ആദ്യ പകുതിയാണ് ഒന്നുകൂടെ ഭയങ്കര ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 5-ൽ ഒരു 4 അല്ലെങ്കിൽ 5-ൽ 5 കൊടുക്കുന്നില്ല, 5-ൽ ഒരു 4 ഞാൻ ആദ്യ പകുതിക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടാം പകുതിക്ക് 5-ൽ ഒരു 3.5 എന്ന് കൊടുക്കും. പക്ഷെ എന്നിരുന്നാലും ക്ലൈമാക്സിലേക്ക് എത്തുമ്പം പടം അടിപൊളിയാണ്, നന്നായിട്ട്. അതായത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അല്ല, പടം അടിപൊളിയാണെങ്കിലും ക്ലൈമാക്സ് നമുക്ക് മോശം എന്ന് പറയത്തില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ അതിലൊരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് പിന്നീട് അവസാനിപ്പിക്കുമ്പോൾ അതിനൊരു കൺക്ലൂഷനിൽ എത്തണമല്ലോ. അങ്ങനെ ഒരു നല്ല കൺക്ലൂഷൻ അല്ലെങ്കിൽ എത്തി വളരെ ഹാപ്പി ആയിട്ട് തീരുന്ന ഒരു മൂവിയാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സൂര്യയുടെ പുതിയ മൂവി. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അതായത് സൂര്യ ഫാൻസ് എന്തായാലും തിയേറ്ററിൽ കാണും. പിന്നെ തമിഴ് സിനിമകൾ കാണാൻ താല്പര്യമുള്ള മലയാളി പ്രേക്ഷകർ ഒരുപാട് ഉള്ളപ്പോൾ നമ്മൾ നല്ലൊരു പടത്തിനെ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ഇതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ DC എന്ന് പറയുന്ന സിനിമ, DC എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാൻ, കേരളത്തിൽ വമ്പൻ ഹിറ്റാണ് പടം. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ, പക്ഷെ തമിഴ്നാട്ടിൽ എവിടെയോ അവർക്ക് ആ സിനിമയുടെ ടേസ്റ്റ് പിടിച്ചില്ല. നമ്മുടെ എന്താ പറയുന്ന സിനിമ
കാണുന്ന പ്രേക്ഷകരുടെ ടേസ്റ്റും ഇതിനകത്ത് ഭയങ്കര വ്യത്യാസമാണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ആ സിനിമയോടുള്ള ആ സിനിമയുടെ ജോണർ മനസ്സിലാക്കി സിനിമ കാണാനുള്ള ഒരു ഇത്. അപ്പോൾ എന്തായാലും DC യെക്കുറിച്ച് ഇതിനിടയ്ക്ക് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ, ഞാൻ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ചുരുക്കം ചില കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഹാപ്പിയാണ് ആ സിനിമ കണ്ട് ഇറങ്ങി വന്നപ്പോൾ. എനിക്ക് വേറെ പ്രത്യേകിച്ച് നമ്മൾ ഈ തോന്നത്തില്ല, അയ്യോ പൈസ പോയല്ലോ, കേറണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു തോന്നലില്ല. ഞാൻ സന്തോഷത്തോടുകൂടി തന്നെ ഇറങ്ങിയത്. സൂര്യനെ അത്ര നല്ല ഗ്രേസിൽ കാണാൻ പറ്റി, നല്ല സന്തോഷത്തോടുകൂടി കാണാൻ പറ്റി. ബൈ.